സമബുദ്ധിയുള്ള മനസ്സ്, ശാന്തം. ആ മനസ്സ് ശാന്തമായിരിക്കും. ആ മനസ്സിനെ സത്വഗുണം എന്ന് പറയുന്നു. അപ്പൊ മനസ്സിൽ സത്വഗുണം വരണമെങ്കിൽ എന്ത് വേണം? ശാന്തമാവണമെങ്കിൽ സമബുദ്ധി വരണം. അങ്ങനെയുള്ള മനസ്സ് ഭഗവതപദം ആരിലേക്ക് നിങ്ങൾ ഉയർത്തും? ഭഗവാനിലേക്ക് ഉയർത്തും. ആ മനസ്സിനെ വാസുദേവാക്യം എന്ന് വിളിക്കുന്നു. തന്മഹദാത്മകം. അതിനെ വിളിക്കുന്നത് വാസുദേവൻ എന്നാണ്. അപ്പൊ വാസുദേവൻ എന്നുള്ളതിന് ഇവിടെ അർത്ഥം പറയുന്നത് ഏത് മനസ്സാണോ ബാലൻസ്ഡ് ആയിരിക്കുന്ന മനസ്സ്, ആ മനസ്സ് വാസുദേവനാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അതായത് ചൈതന്യത്തിലേക്ക് ലയിക്കണമെങ്കിൽ ആ മനസ്സ് ഒരു ജഡവസ്തു ചൈതന്യത്തിലേക്ക് ചേർന്നപ്പോ ആ ജഡവസ്തുവും ചൈതന്യമായി തീർന്നു. ഇനി ജഡമായിരിക്കുന്ന ദുഃഖവും വിഷമങ്ങളും കൊണ്ട് ജഡമായിരിക്കുന്ന മനസ്സിനെ ചൈതന്യമാക്കി തീർക്കണമെങ്കിൽ അതെങ്ങനെയുള്ള മനസ്സാവണം? ചൈതന്യമുള്ള മനസ്സായിരിക്കണം. ചൈതന്യമുള്ള മനസ്സെന്ന് പറഞ്ഞാൽ സമബുദ്ധിയുള്ള മനസ്സ്. അപ്പൊ സമബുദ്ധിയുള്ള മനസ്സിനെ വാസുദേവൻ എന്ന് വിളിക്കുന്നുവെങ്കിൽ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ചൈതന്യവും ആര് തന്നെയാണ്? വാസുദേവൻ തന്നെയാണ്. അപ്പൊ വാസുദേവനായിരിക്കുന്ന മനസ്സിന് മാത്രമേ വാസുദേവനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇപ്രകാരം അമ്മയെ മനസ്സിലാക്കിയാലും. എന്നിട്ട് വീണ്ടും പറയുന്നു, അമ്മേ ഇനിയും മനസ്സിലാക്കേണ്ടതുണ്ട്. സഹസ്രശീരിഷം സാക്ഷാൽ യമനന്തം പ്രജക്ഷതേ സംഘർഷണാക്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം കർത്തൃത്വം കരണത്വം കാര്യത്വം ചേതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി സ്യാലഹം അഹംകൃതേ വൈകാരികൾ വികുർവാണൽ മനസ്സത്വമജായതാം യൽ സങ്കൽപ്പ വികൽപാഭ്യം വർത്തതേ കാമസംഭവാം യൽ വിദൂഹി അനിരുദ്ധാക്യം ഋഷികാണാമതീശ്വരം ശാരദേന്ദീവരശ്യാമം സംരാബ്ധ്യം യോഗിവിശ്വനൈം തൈജസാസ്തു വികുർവാണൽ ബുദ്ധിസത്തമപുൽസതി ദ്രവ്യസ്ഫുരണ വിജ്ഞാനം ഇന്ദ്രിയാണാമനുഗ്രഹം. ഇവിടെയൊക്കെ ഈ 4 പേരുകളെ നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഭാഗവതത്തിലെ ദശമസ്കന്ധം വരുമ്പോൾ നിങ്ങൾക്ക് അത് പ്രയോജനപ്പെടും. 1 സംഘർഷണൻ, 2 പ്രദ്യുമ്നൻ, 3 അനിരുദ്ധൻ. ഇവിടെ പ്രദ്യുമ്നനെ സ്പഷ്ടമായി പറയുന്നില്ല, പക്ഷേ ദശമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രയോജനപ്പെടുന്നത് കൊണ്ട് ഓർത്തു വയ്ക്കൂ പേരുകൾ. ആരാണ് ഈ സംഘർഷണൻ എന്ന് പറയുന്നത്? സഹസ്രശീർഷം സാക്ഷാൽ യമനന്തം പ്രദക്ഷതേ സംഘർഷണാക്യം പുരുഷം ഭൂതേന്ദ്രിയ മനോമയം കർത്തൃത്വം കരണത്വം കാര്യത്വം ചൈതി ലക്ഷണം ശാന്തഘോര വിമൂഢത്വം ഇതി വാസ്യാലഹം കൃതേ. നമ്മുടെ ഉള്ളിലുള്ള ഞാനെന്ന ആ ബോധത്തെയാണ്, ഞാനെന്ന അഭിമാനത്തെയാണ് എന്ന് വിളിക്കുന്നത് സംഘർഷണം എന്ന് പറയുന്നത്. സംഘർഷണം എന്ന് പറഞ്ഞാൽ 1000 പണമുള്ള ആ അനന്തനെ നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ഞാനെന്ന അഹങ്കാരവുമായി ഘടിപ്പിച്ചിരിക്കുന്നു. ഞാനെന്ന അഹങ്കാരത്തെയാണ് സംഘർഷനായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പ്രദ്യുമ്നൻ എന്നുള്ള ശബ്ദം കൊണ്ട് അർത്ഥമാക്കുന്നത് ഭാഗവതത്തിലെ കഥ വരുമ്പോൾ കൂടുതൽ വേഗം മനസ്സിലാവും. എന്നാൽ ഓർത്തു വയ്ക്കും നിങ്ങൾ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പുത്രനാണ് ആര്? പ്രദ്യുമ്നൻ. കാമദേവന്റെ പുനർജന്മമാണ് പ്രദ്യുമ്നൻ. കാമം വരുന്നത് എവിടെയാണ്? ശരീരത്തിലോ മനസ്സിലോ? അതുകൊണ്ട് മനസ്സിന്റെ മറ്റൊരു പേരാണ് പ്രദ്യുമ്നൻ എന്ന് പറയുന്നത്. അനിരുദ്ധൻ എന്നാൽ പ്രദ്യുമ്നന്റെ പുത്രനായിട്ടാണ് ആര് വരുന്നത്? അനിരുദ്ധൻ വരുന്നത്. ഇവിടെ മനസ്സുണർന്നതിന് ശേഷമാണ് സൂക്ഷ്മമായ ബുദ്ധി ഉണർന്നു വരുന്നത്. മനസ്സ് ആദ്യം പ്രവർത്തിക്കും, പിന്നെ മനസ്സ് ചോദിക്കും ബുദ്ധിയോട് എന്താ വേണ്ടത് എന്നുള്ളത്. അതുകൊണ്ട് മനസ്സിന്റെ പിന്നിൽ വരുന്നത് കൊണ്ട് ബുദ്ധിയെ എന്ത് വിളിക്കണോ? അനിരുദ്ധൻ. അനിരുദ്ധം ചെയ്യാന്ന് പറഞ്ഞാൽ മനസ്സിന്റെ വികല്പങ്ങളെ രുദ്ധനം ചെയ്തുകൊണ്ട് അതിനെ നേർവഴിക്ക് നയിക്കാൻ സാധിക്കുന്നത് അനിരുദ്ധനാണെന്ന് പറയാൻ. അപ്പൊ ഈ 4 പേരുകൾ നമ്മുടെ ഉള്ളിലുള്ള 4 അന്ധകരണത്തിന്റെ ഭാഗങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇതൊന്നും വ്യക്തികളല്ല എന്ന് മനസ്സിലാക്കി വെക്കൂ. ഇവിടെ വാസുദേവൻ എന്ന് പറയുന്നത് സമബുദ്ധിയുള്ള മനസ്സിനെയാണ്. നമ്മളിലെ ഞാനെന്ന അഭിമാനത്തെയാണ് സംഘർഷൻ എന്ന് പറയുന്നത്. മനസ്സിനെയാണ് പ്രദ്യുമ്നൻ എന്ന് പറയുന്നത്. ബുദ്ധിയാണ് അനിരുദ്ധൻ എന്ന് പറയുന്നത്. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇതൊന്നും വ്യക്തികളല്ല, ഇതൊക്കെ വൃത്തികളാണ്. നമ്മുടെ മനസ്സിന്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വൃത്തികൾ. എന്നിട്ട് പറഞ്ഞു, ഇപ്രകാരം ഇതൊക്കെ വെച്ചതിന് ശേഷം പിന്നീട് ഭഗവാന്റെ ആ സൃഷ്ടി വിശാലതയെക്കുറിച്ച് പറയാണ്. എങ്ങനെയാണ് വന്നിരിക്കുന്നത്? മഹത്വത്വം, അഹങ്കാരം ഇങ്ങനെയൊക്കെ വികസിച്ച് വന്നിട്ട് ഭഗവാൻ ഒരു വിരാടിന്റെ രൂപമെടുത്തു. വിരാട് എന്ന് പറഞ്ഞാൽ അതേത് ആടാ സ്വാമി?
ഒരു അണ്ടത്തിന്റെ രൂപമെടുത്തു. അപ്പൊ നമ്മൾ ഗർഭപാത്രത്തിലേക്ക് പ്രവേശിക്കുന്നൊക്കെ വീണ്ടും വിസ്തരിക്കും. അപ്പൊ ആ സമയത്ത് ഞാൻ കൂടുതൽ വിസ്തരിക്കാം. ഒരു രൂപം ഏതദണ്ഡം ഹി വിശേഷാഖ്യം, ഒരു അണ്ടരൂപം എടുത്തു ഭഗവാൻ. എന്നിട്ട് ഈ അണ്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എങ്ങനെയൊക്കെയാണ് അത്ര ആ വിരാടിന്റെ ആദ്യം വികസിക്കുന്നത് നമ്മൾ കൂടുതൽ വിസ്തരിക്കുന്നത് പിന്നീട്. ഏതായാലും ഇവിടെ ആ മഹത്വം പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. വായ പൊളിഞ്ഞു അത്രേ. എങ്ങനെയാണ് വരുന്നത് പറയാണ്. ഹിരൺമയാദണ്ഡകോശാലുത്തായ സലിലേശയാൽ തമാവിശ്യ മഹാദേവോ ബഹുദാ നിർവിഭേദകം. ഭഗവാൻ പ്രവേശിച്ചിട്ട് ഇനി ഏതേത് വിടവുകളാണ് ഉണ്ടാക്കേണ്ടതെന്ന് നിശ്ചയിച്ചു. നിരഭിദ്യദാസ്യ പ്രഥമം മുഖം വാണി തതോഭവൽ. ആദ്യം മുഖം വികസിച്ചു, അതിൽ നിന്ന് വാക്കുകളുണ്ടായി. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു കുട്ടി ജനിച്ചു വരുമ്പം ആദ്യം എന്താ സംഭവിക്കുക? വായ പൊളിച്ച് കരയും. അതിനാദ്യം വായ പൊളിക്കണ്ടേ? അപ്പൊ ആദ്യത്തെ വിടവ് വായയാണ്. പിന്നീട് അത് കഴിഞ്ഞിട്ട് അധിഷ്ഠാന ദേവതയായിട്ട് വാക്ക് ഇന്ദ്രിയം വന്നു അത്രേ, വാഗ്ദേവത വന്നു അത്രേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്തത് വാണ്യ ഭഗ്നിരസോർനാസേ പ്രാണോദഘ്രാണയേതയോ. പിന്നീട് ഏതാണ്? മൂക്കുകൾ. ആ വിടവുകൾ വികസിച്ചു. കുട്ടി പുറമേ നിന്നും പ്രാണവായു എടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഘ്രാണാൽ വായു അക്ഷിണി ചക്ഷുരേതയോ തസ്മാൽ സൂര്യോ. ഏത് വന്നു? ഘ്രാണത്തിൽ നിന്ന്. ഘ്രാണം എന്ന് പറഞ്ഞാൽ മൂക്ക് വികസിച്ചു, പ്രാണവായു എടുത്തു. പിന്നീട് കണ്ണുകൾ വികസിച്ചു. പിന്നീട് കർണോ ശ്രോത്രം, ചെവികൾ, ആ ദ്വാരങ്ങൾ വികസിച്ചു. നിർഭിദ്യേത വിരാജത്വക്. പിന്നെ ത്വക്കിൽ നിന്നും രോഷസ്മസ്തയം അശ്വാദയസ്തത, അങ്ങനെ രോമം അതെല്ലാം വികസിച്ചു. തഥ ഔഷധയാശ്ചാസൻ ശിഷ്ണം നിർഭിദ്യതേ തഥാ. പിന്നീട് ശിഷ്ണം ജനനേന്ദ്രിയം വികസിച്ചു. അതിൽ നിന്ന് മൂത്രവും രേതസ്സും ഒക്കെ വന്നു. പിന്നീട് ആസന്ന നിരഭിദ്യേതവൈ ഗുദം. ഗുദാത്, ഗുദത്തിൽ നിന്ന് അപാനോ മൃത്യുല്ലോകഭയങ്കര. അങ്ങനെ ഗുദം എന്ന് പറയുന്ന ഒരു വിടവുണ്ടായി. പിന്നീട് ഹസ്തം, പിന്നീട് പാദം. ഇങ്ങനെ ഓരോന്നോരോന്ന് വന്നതിന് ശേഷം ആ രൂപങ്ങളൊക്കെ വികസിച്ചു വന്നു. ആദ്യം ഏതേഹി അപ്യുത്യതാ ദേവത്തേ തേനേ നൈവാസ്യോത്താപനേശകൻ പുനരാവിവിശൂഖാനി തമുത്താപയിതും ക്രമൽ. ഓരോരോ ദേവശക്തികൾ ഈ ശരീരത്തിലേക്ക് പ്രവേശിച്ച് ഈ ശരീരത്തെ ഉണർത്താൻ നോക്കി. ആദ്യം തന്നെ മുഖത്തിന്റെ ദേവത, ആ ദേവത ഇതിലേക്ക് കയറിക്കൊണ്ട് ഇതിനെ ഒന്ന് ഉണർത്താൻ നോക്കി. പക്ഷേ ആ വക്നിർവാചാമുഖം വേദേനോദിഷ്ടസ്തദാ വിരാൾ. അഗ്നി വാഗീന്ദ്രിയമായി ഇതിലേക്ക് പ്രവേശിച്ചിട്ട് ഈ വായയിലൂടെ മുഖത്തെ ആവേശിച്ചുകൊണ്ട് വായയിലൂടെ ശബ്ദമുണ്ടാക്കാൻ ശ്രമിച്ചുവെങ്കിലും നോദതിഷ്ഠത്തതാ വിരാട്. ഈ വിരാട് ഉദതിഷ്ഠത എന്ന എന്ത് ചെയ്തില്ല? എണീറ്റില്ല അത്രേ. കേവലം വാക്കുകൊണ്ട് മാത്രം ആരെണീറ്റില്ല? ഈ ശരീരം എണീറ്റില്ല. പിന്നീട് പുനരാവിവിശോ ഖാനേ തമുത്തായതും ഘ്രാണേന നാസികേ വായു. വായു നാസികയിലൂടെ ഉള്ളിലേക്ക് കയറി ഘ്രാണരൂപത്തിൽ പ്രവേശിച്ചു. ന ഉദതിഷ്ഠത, ഈ ശരീരം എണീറ്റില്ല. അക്ഷിണി ചക്ഷുഷ. അക്ഷിണി കണ്ണിൽ ആര് കയറി? ആദിത്യൻ പ്രവേശിച്ചു. ന ഉദതിഷ്ഠത. ശ്രോത്രേണ കർണോ ദിശോ. ദിശകൾ ശ്രോത്രത്തിൽ കയറി. ന ഉദതിഷ്ഠത. ത്വജം രോമ. ന ഉദതിഷ്ഠത. രേതസാ ശിസ്നം. അതും ന ഉദതിഷ്ഠത. ഗുദം മൃത്യുരപാനേന ന ഉദതിഷ്ഠത. ഇവിടെ ആവർത്തിക്കുകയാണ്. ഇവിടെ ഓരോന്ന് കയറിയിട്ടും എണീറ്റില്ല. ആരെണീറ്റില്ല? ഈ ശരീരം എണീറ്റ് വന്നിട്ടില്ല. അപ്പൊ ഇതിൽ ആരോ ഇനി ഒരാൾ കൂടി പ്രവേശിക്കാനുണ്ട്. മെയിൻ സ്വിച്ച് കണക്ട് ചെയ്തില്ല, ബാക്കിയുള്ള സബ് കണക്ഷനൊക്കെ കൊടുത്തു. നമ്മുടെ വീട്ടിൽ വയറിങ് ചെയ്തതുപോലെയാണ്. അടുക്കളയിൽ വയറിംഗ് ആയി, ബെഡ്റൂമിൽ വയറിംഗ് ആയി, എല്ലാ റൂമിലും വയറിംഗ് ആയി. പക്ഷെ ഇതിൽ പവർ ഇങ്ങോട്ട് കയറിയിട്ടില്ല. അതിനെന്ത് വേണം? ഇനി അതിലൊരാൾ പ്രവേശിക്കാനുണ്ട്. ചിത്തേന ഹൃദയം ചൈത്യ ക്ഷേത്രജ്ഞ പ്രാവിശല്യതാം വിരാട് തദൈവ പുരുഷാം സലിലാൽ ഉദതിഷ്ഠതാം. ചിത്തേന, ചിത്തത്തിലേക്ക്. അതായത് ഇവിടെ ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എല്ലാം കൂടി ചേർന്ന അന്ധക്കരണത്തിലേക്ക് ക്ഷേത്രജ്ഞ പ്രാവിശൽ. ആര് പ്രവേശിച്ചു? ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചതോടുകൂടി, ആ മനസ്സിലേക്ക് ഭഗവാൻ ചൈതന്യം പ്രവേശിച്ചതോട് വിരാട് തദൈവ പുരുഷ, ഈ ശരീരം എണീറ്റു എന്ന് പറയാണ്. അതായത് ഭഗവാന്റെ ചൈതന്യം മനസ്സിലൂടെ പ്രകടമല്ലെങ്കിൽ ഈ ശരീരത്തിനൊരിക്കലും എണീക്കാനോ പ്രവർത്തിക്കാനോ സാധ്യമല്ല. കണ്ണുണ്ടായാലും കാലുണ്ടായാലും കാതുണ്ടായാലും ത്വക്കുണ്ടായാലും എന്തുണ്ടായാലും ഈ മനസ്സിലേക്ക് ആര് പ്രവേശിക്കണം? ഭഗവാന്റെ ചൈതന്യം പ്രവേശിച്ചാലേ ഈ ശരീരത്തിന് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയന.
ചിത്തേന. അവിടെ നിന്ന് എടുത്തു പറയാണ് ചിത്തം എന്ന് പറയുന്നത്. എന്തിനാ ചിത്തം എന്ന് പറയുന്നത് എടുത്തു പറഞ്ഞിരിക്കുന്നത്? കാരണം നമ്മുടെ ഓർമ്മയിൽ അവിടെയാണ് നമുക്ക് അപകടം പറ്റിയത്. ഭഗവാനാകുന്ന ചൈതന്യത്തിൽ നിന്നാണ് ഈ ശരീരം ഉണർത്തെഴുന്നേൽക്കുന്നതെന്ന് ചിത്തത്തിൽ നമ്മളൊക്കെ മറന്നുപോയി. അവിടെ ശരിക്കും നമുക്ക് ഓർമ്മ വരേണ്ടതായിരുന്നു. ഈ ശരീരത്തെ ഉണർത്തിയിരിക്കുന്നത് ഇന്ദ്രിയങ്ങളല്ല, ശരീരമല്ല. ഇതിനെ ഉണർത്തിയിരിക്കുന്നത് ഭഗവാന്റെ ചൈതന്യമാണെന്ന് എവിടെ ഓർമ്മ വരേണ്ടതായിരുന്നു? നമ്മുടെ ചിത്തത്തിൽ, ഓർമ്മയിൽ ഓർമ്മ വരേണ്ടതായിരുന്നു. പക്ഷേ അവിടെ നമുക്കത് കണക്ഷൻ വിട്ടുപോയി. നമുക്കത് ആരാ ഉണർത്തിയത് എന്നുള്ളത് മനസ്സിലാവുന്നില്ല. നമുക്ക് തോന്നുന്നത് വായുവാണ്, തോന്നുന്നത് ആഹാരമാണ്, തോന്നുന്നത് പ്രകൃതിയാണ്, തോന്നുന്നത് ഭാര്യയും ഭർത്താവും അച്ഛനും അമ്മയും കുടുംബമാണ്. എന്നിട്ടും തോന്നുന്നില്ല ആരുണർത്തുന്നു എന്നുള്ളത്, ഭഗവാൻ ഉണർത്തുന്നു എന്നുള്ളത് അങ്ങോട്ട് തോന്നുന്നില്ല. നോക്കൂ എന്തൊരു അനുഭവമാണ് എന്നുള്ളത്. അപ്പൊ ഭഗവാന്റെ ചൈതന്യം ആ ചിത്തത്തിലേക്ക് പ്രവേശിച്ചില്ലായിരുന്നു എങ്കിൽ ഈ ശരീരത്തിനൊരിക്കലും എണീക്കാൻ സാധിക്കുമായിരുന്നില്ലേ? ശരിയല്ലേ? നമ്മുടെ സ്വന്തം അനുഭവം ശരിയല്ലേ? നിങ്ങൾ രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് ആ ഭഗവത് ചൈതന്യം നമ്മുടെ മനസ്സിലേക്ക് വ്യാപരിച്ച് മനസ്സെന്ന് പറയുന്ന ആ ശക്തികൾ ഉണർന്നിട്ടില്ല എങ്കിൽ, നിങ്ങളുടെ മനസ്സ് ഉണരുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് പിന്നീട് എണീക്കാൻ പറ്റുമോ? നിങ്ങളെന്ന് പറയുന്ന വ്യക്തിത്വത്തെ മുഴുവൻ ഉണർത്തുന്ന മനസ്സ് അത് ഉണരണമെങ്കിൽ ആര് തന്നെ വേണം? ഉള്ളിൽ ഭഗവാന്റെ സാന്നിധ്യം വേണം. ആ ഭഗവാന്റെ സാന്നിധ്യം ഇല്ലെങ്കിൽ നമുക്ക് ഉണരാൻ സാധ്യമല്ലെങ്കിൽ നാം ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് ആരോടാണ്? ഭഗവാനോടാണ്. പക്ഷെ നമ്മളത് അറിയുന്നുണ്ടോ? അതുകൊണ്ട് 5 വയസ്സുള്ള കുട്ടി ധ്രുവൻ പറയുന്നു, രാവിലെ എണീറ്റാലെങ്കിലും നിങ്ങൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് എണീക്കൂ. യോന്ത പ്രവിശ്യ മമ വാചമിമം പ്രസുപ്തം സഞ്ജീവയത്യഖില അഖില ശക്തിധരസ്വതം അന്യാം ചഹസ്തചരണ ശ്രവണത്വഗാദിൻ പ്രാണാന്നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ഭഗവാനെ, അവിടുത്തെ ഒരു സാന്നിധ്യം കൊണ്ടാണ് ഈ ഉറങ്ങിക്കിടക്കുന്ന മനസ്സും മറ്റുമെല്ലാം ഉണർന്നു വന്നതെങ്കിൽ, എൻ്റെ എല്ലാ സകല ശക്തികളും ഉണർന്നു വന്നതെങ്കിൽ അങ്ങയ്ക്കാണ് എൻ്റെ ആദ്യത്തെ നമസ്കാരം. ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്തെടുക്കേണ്ടതാണ്. ക്രമേണ നമ്മുടെ ചിത്തത്തിൽ ഓർമ്മിപ്പിക്കണം, എന്നെ നിലനിർത്തുന്നത്, എൻ്റെ ആശ്രയം, എൻ്റെ കൂടെ എപ്പോഴും ഉള്ളത് ഭഗവാൻ തന്നെയാണ്. ഇതങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നമ്മുടെ ശ്രദ്ധയെ ആരിലേക്ക് കൊണ്ടുവരണം? ഭഗവാനിലേക്ക് കൊണ്ടുവരണം. അതുകൊണ്ട് അമ്മേ, തസ്മിൻ പ്രത്യേകാത്മാനം ദിയായോഗ പ്രവൃത്തയാം ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന വിവിച്യാന്യാത്മചിന്തയിൽ തസ്മിൻ പ്രത്യേകാത്മാനം. അതുകൊണ്ട് അമ്മേ, ഈ ശരീരത്തിൽ പ്രത്യക്ഷമായി ആത്മസ്വരൂപനായി ദിയായോഗ പ്രവൃത്തയാ, ഈ ബുദ്ധിയെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്ന ആ ഭഗവാനെ ചിന്തിക്കണം. അതിനെന്ത് വേണം? ഭക്ത്യാ വിരക്ത്യാ ജ്ഞാനേന. ഭക്തി കൊണ്ടും വിരക്തി കൊണ്ടും ജ്ഞാനം കൊണ്ടും ആ ഭഗവാനെ ചിന്തിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സിനെ അവിടേക്ക് എത്തിക്കാൻ സാധിക്കും. ഇതാണ് സാഖ്യയോഗം. അപ്പൊ സാഖ്യം എന്ന് പറഞ്ഞാൽ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കുന്നത്. നമുക്ക് 24 എണ്ണത്തെ തിട്ടപ്പെടുത്താം. 24 എണ്ണത്തെ ചേർത്ത് വെച്ചിരിക്കുന്നത് 25ാമത്തതായ കാലം. എന്നാൽ ഈ 25നും പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ, ഈ കാലത്തിനും അതുപോലെ തന്നെ ഇന്ദ്രിയങ്ങൾക്കും എല്ലാം പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഈ മനസ്സിലേക്ക് ആര് പ്രവേശിക്കണം? ഭഗവാന്റെ സാന്നിധ്യം വേണം. അപ്പൊ ഇതിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന സോഴ്സ് ഓഫ് പവറിന്റെ ഉറവിടം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. ഇങ്ങനെ ഇതിനെ 26 എന്ന് വിളിക്കാൻ പറ്റില്ല, എന്നാലും നമ്മൾ എണ്ണം പറയുമ്പോൾ പറയാണ് 26 ദുഃഖം ബാധിക്കും. അപ്പോഴാണ് നിങ്ങൾ പറയുന്നത് എനിക്ക് വലിയ ദുഃഖമുണ്ടെന്ന്. എന്നാൽ നിങ്ങളുടെ അഭിമാനത്തെ, നിങ്ങളുടെ അഹങ്കാരത്തെ നിങ്ങൾക്ക് ആ മനസ്സിൽ നിന്ന് വേർതിരിക്കാൻ സാധിച്ചാൽ, നിങ്ങളുടെ ചിത്തം കൊണ്ട്, വിവേകം കൊണ്ട് വേർതിരിക്കാൻ സാധിച്ചാൽ, വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ദുഃഖത്തിൽ നിന്നും മാറി നിൽക്കാൻ സാധിക്കും. മനസ്സിലായില്ല? നിങ്ങളുടെ സ്വന്തം അനുഭവങ്ങൾ എടുത്ത് നോക്കൂ. നിങ്ങളൊരു പല്ലുവേദനയായിട്ട് ഡോക്ടറെ അടുത്ത് പോകണം. നല്ല വേദനയുണ്ട് നിങ്ങൾക്ക്. ആ പല്ല് ഡോക്ടർ തൊടുന്ന സമയത്ത് ഭയങ്കര വേദന. ആ സമയത്ത് ഡോക്ടർ നിങ്ങളോട് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ ചോദിക്കുകയാണ്, വീട്ടിലെ കാര്യങ്ങളും മറ്റുമൊക്കെ ആയിട്ട്. അപ്പം അതൊക്കെ നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു വശത്തെ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും ഡോക്ടറോട് ചിലതൊക്കെ പറയുമ്പോൾ, ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾ പരിപൂർണ വേദനയിലല്ല. ആണോ? നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾക്ക് ആ വേദനയിൽ നിന്ന് കുറച്ചൊക്കെ മാറ്റി നിർത്താൻ സാധിക്കുന്നുണ്ട്. അപ്പൊ തീർച്ചയായും നിങ്ങളുടെ മനസ്സിൽ വേദന ഉണ്ടെങ്കിലും നിങ്ങളുടെ ഓർമ്മശക്തിയെ മുഴുവൻ വേദനയ്ക്ക് കീഴ്പ്പെടുത്താൻ സാധിച്ചിട്ടില്ല. നിങ്ങളുടെ ഞാനെന്ന അഭിമാനത്തെ മുഴുവൻ പിടിച്ചു കുലുക്കാൻ ആർക്ക് സാധിച്ചിട്ടില്ല? വേദനയ്ക്ക് സാധിച്ചിട്ടില്ല.
നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുമ്പോഴുള്ള വേദന മറ്റൊരാളുടെ കൂടെ ഇരിക്കുമ്പോൾ നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് ചില ആളുകൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ കൂടുതൽ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നത്. നിങ്ങൾ വേറൊരാളുടെ കൂടെ ഇരിക്കുന്ന സമയത്ത്, അവരോട് വർത്തമാനം പറയുന്ന സമയത്ത് നിങ്ങളുടെ വേദനകൾ നിങ്ങൾ മറക്കുന്നു. പക്ഷെ വേദന അപ്പോഴും മനസ്സിൽ നിന്ന് പോയിട്ടില്ല. പക്ഷെ എവിടെ വന്നിട്ടില്ല? എവിടെ മുഴുവൻ ബാധിച്ചിട്ടില്ല? ചിത്തത്തിലും ബാധിച്ചിട്ടില്ല, ഞാനെന്നൊരു അഭിമാനത്തിലും ബാധിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ എല്ലാ പ്രശ്നങ്ങളും ബാധിക്കുന്നില്ല. എന്നാൽ നമ്മൾ ആ മനസ്സിലേക്ക് മുഴുവൻ അങ്ങോട്ട് ഇൻവോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വത്തെ മുഴുവൻ ബാധിക്കാൻ ആർക്ക് സാധിക്കും? വേദനകൾക്കും ദുഃഖങ്ങൾക്കും സാധിക്കും. അതുകൊണ്ട് അമ്മേ, ഏതുപോലെ മനസ്സിലാക്കണം? വളരെ രസകരമായൊരു ഉദാഹരണമാണ് ബിംബ പ്രതിബിംബം എന്ന് പറയുന്നതിനെ. ജലാർക്കമത് നല്ലൊരു ഉദാഹരണമാണ്. സൂര്യന്റെ ബിംബം വെള്ളത്തിൽ പ്രതിഫലിക്കുമ്പോൾ നമ്മളതിനെ പ്രതിബിംബം എന്ന് വിളിക്കും. വെള്ളം ഇളകുമ്പോൾ പ്രതിബിംബം ഇളകും. ആരിളകുന്നില്ല? മനസ്സുകൊണ്ട് ആരെ ഉറപ്പിച്ചിരിക്കണം? ഭഗവാനെ ഉറപ്പിച്ചിരിക്കണം. എങ്കിൽ നമുക്ക് മനസ്സിൽ ദുഃഖങ്ങൾ വന്നാലും ആരിലേക്ക് ശ്രദ്ധ തിരിക്കാം? ഭഗവാനിലേക്ക് എളുപ്പം ശ്രദ്ധ തിരിക്കാൻ സാധിക്കും. മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് പറയുന്നതെല്ലാം? ഇപ്പം വാസ്തവത്തിൽ